ഇന്നൊരു ഫിഷ് റെസിപ്പിയാണ്, അതും വളരെ ഹെൽത്തി ആയിട്ട് പ്രോസസ്സ് ചെയ്ത ഒരു ഫിഷ് റെസിപ്പി. എയർ ഫ്രയറിൽ നമുക്ക് ഒരു ഫിഷ് ഗ്രില്ല് ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഒരു നല്ല മീൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് വരഞ്ഞ് അതിനകത്ത് മസാലയെല്ലാം പരട്ടി എയർ ഫ്രയറിനകത്ത് കൊണ്ട് വെച്ച് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു സീ ബ്രീം ഫിഷാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫിഷാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിന് ബോൺ ഉണ്ടെങ്കിലും കുറച്ച് സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള മീനാണ് സീ ബ്രീം. അതെല്ലായിടത്തും കിട്ടുമോ എന്ന് എനിക്കറിയില്ല, കിട്ടുമെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്യുക. ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ സ്കിന്നുള്ളത് കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ച് അതൊക്കെ ഒന്ന് കഴുകി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് നല്ല ഡീപ്പായിട്ടുള്ള കട്ടിടണം, ബെസ്റ്റ് പിച്ചാത്തിയാണ്. അപ്പോൾ നല്ല ഡീപ്പായിട്ടുള്ള കട്ടിട്ടാലേ അതിലേക്ക് മസാല ഇറങ്ങത്തുള്ളൂ. അങ്ങനെ രണ്ട് സൈഡ് നമുക്ക് അതൊന്ന് വരഞ്ഞ് വെക്കണം. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി വെള്ളം വാലാൻ വെക്കണം. ഒന്നുകൂടെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം വാലാൻ വെച്ചതിന് ശേഷം നമുക്ക് മസാല പുരട്ടാം. അപ്പോൾ ഇത് റെഡിയായി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഇത് മുളക് പൊടി 600 ഗ്രാമുള്ള മീനാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടി, ഇത് ഉലുവാപ്പൊടിയാണ്, ഫെനുഗ്രീക്ക്, ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി. ഇത് കറിവേപ്പില പൗഡറാണ്. വെറുതെ കറിവേപ്പില വെയിലത്ത് വെച്ച് ഒന്ന് പൊടിച്ചിട്ടാൽ മതി, അരിഞ്ഞിട്ടാലും മതി. മഞ്ഞൾപ്പൊടി, ഇങ്ങനെ നന്നായിട്ട് ഇടിച്ച് ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇടാം. ഉപ്പ്, ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് അല്പം തൈരിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ഒഴിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ മീനിനകത്തൊന്ന് തിരുമ്മി പിടിപ്പിക്കുന്നത്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ മസാല അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല. ഒരുപാട് തൈരോ ഒരുപാട് നാരങ്ങാനീരോ ഒഴിക്കരുത്. ഇങ്ങനെ ഒന്ന് പിടിച്ചിരുന്നാൽ മതി. പിന്നെ മീനിലുള്ള വെള്ളം കൂടെ ആകുമ്പോഴത്തേനും അത് കറക്റ്റ് ആയിക്കോളും. ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണേ. അപ്പോൾ ഉപ്പുണ്ട്, പുളിയുണ്ട്, എല്ലാം നല്ല പരുവത്തിനുണ്ട്. ഇനി ഇതിനകത്തേക്ക് നല്ലതുപോലെ മസാല ഓരോ നമ്മൾ ഡീപ്പ് കട്ട് ചെയ്തിട്ടില്ലേ അതിനകത്തൊക്കെ നല്ലതുപോലെ മസാല ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. നല്ല ബെസ്റ്റ് റെസിപ്പിയാണിത്. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നമ്മളിതിനകത്ത് ഓൾറെഡി എണ്ണ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരല്പം എണ്ണ ചേർത്ത് തവയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ചെയ്യരുത്, അൺസബ്സ്ക്രൈബ് ആയി പോകും. അപ്പം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നിങ്ങളുടെ കമൻസ്, അഭിപ്രായങ്ങളൊക്കെ കമൻസ് ബോക്സിനകത്തൊന്ന് പോസ്റ്റ് ചെയ്യുക. ഈ മുളകൊക്കെ പുരട്ടിയ കൈ പുകയുമെന്നുള്ളവരുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യാവുന്നതാണ്. നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞ പോലെ എപ്പോഴും കുക്ക് ചെയ്യുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇതിങ്ങനെ നല്ലതുപോലെ പുരട്ടി 1 മണിക്കൂർ ഒന്നിരിക്കണം. അപ്പം നമുക്കിനി അത് എയർ ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ മസാല നമ്മളിനി മാറ്റണം. ഇപ്പം ഞാനിതിനുള്ളിലേക്ക് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ്സാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം മീൻ ഇച്ചിരി വലുതായതുകൊണ്ട്. ഇടയ്ക്കെന്നിട്ട് ഞാൻ ഒന്ന് തിരിച്ചും വയ്ക്കും. അപ്പം ഞാനിതിപ്പോൾ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സാണ് ആദ്യം വെക്കുന്നത്. അത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു വയ്ക്കാം. ഞാൻ ഇനി ഇത് ഓൺ ചെയ്യാം. ഇനി നമുക്ക് മറ്റേ സൈഡൂടെ ഒന്ന് തിരിച്ചു വയ്ക്കണം. അപ്പം നമ്മുടെ എയർ ഫ്രൈയിൽ ഫ്രൈ ചെയ്ത ഫിഷ് റെഡിയാണ്. സൂപ്പറാണ് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്ക് കൊടുക്കുന്ന ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.